പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് ബ്രേക്കിംഗ് ന്യൂസുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വെബ്സൈറ്റുകൾ ഈ ഒരു റിപ്പോർട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി ആ ഒരു വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ, റസൽമേനിയ 40 നടക്കാൻ സാധ്യതയുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചും മാർക്കി മത്സരങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ട്രിപ്പിൾ എച്ച് നിലവിൽ വലിയ മാറ്റങ്ങൾ റസൽമേനിയ 40 കാർഡിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ, വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ് റോയൽ റംബിൾ വിന്നറായ ഗുന്തറിനെതിരെയായിരിക്കും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനർത്ഥം ഗുന്തർ മെൻസ് റോയൽ റംബിൾ മത്സരിക്കാനുള്ള ഒരു ഫേവറേറ്റ് റെസ്ലറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. CM Punk ആയിരുന്നു ഇതുവരെ ഫേവറേറ്റ്, എന്നാൽ ഇപ്പോൾ ഗുന്തർ ആയിരിക്കും വിജയിക്കുക എന്നാണ് സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗുന്തർ എന്നിട്ട് റസൽമേനിയ 40 സെത്തിൻ്റെ ടൈറ്റിൽ റണ്ണ് അവസാനിപ്പിച്ച് പുതിയ വേൾഡ് ചാമ്പ്യൻ ആകും എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഗുന്തർ ആ ഒരു സമയത്ത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയിരിക്കില്ല എന്നുള്ളതും, നിലവിൽ റോയൽ സെത്തിൻ്റെയും ഗുന്തറിൻ്റെയും ആ ഒരു സെഗ്മെൻറ്റ് വെച്ചിട്ട് തന്നെ ഈ ഒരു മത്സരത്തിൻ്റെ ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു മാർക്കി മത്സരത്തെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് കോഡി റോഡ്സിനെ സംബന്ധിച്ചാണ്. കോഡി റോഡ്സ് ഈ ഒരു വർഷവും അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഫിനിഷ് ചെയ്യില്ല എന്നുള്ളതും, കോഡി റോഡ്സിന് റസൽമേനിയ 40 ഒരു ടൈറ്റിൽ മത്സരം ഉണ്ടായിരിക്കില്ല എന്നുള്ളതും ഈ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. കോഡി റോഡ്സ് വേഴ്സസ് CM Punk തമ്മിലുള്ള ഒരു മാർക്കി മത്സരമായിരിക്കും റസൽമേനിയ 40 നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ആര് വിജയിക്കുമെന്നൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. കോഡി റോഡ്സ് റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്യില്ല എന്നുള്ളത് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ടിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ, സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഈ ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും. കൂടാതെ ഈ ഞായറാഴ്ചയാണ് റോയൽ റംബിൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ റോയൽ റംബിളിൽ ആര് വിജയിക്കുമെന്നറിയാൻ നമുക്ക് കൃത്യമായി റസൽമേനിയ 40 പ്ലാനുകൾ ലഭിക്കുകയും ചെയ്യും. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.